ഈ കലോത്സവത്തിൽ വടക്കുന്നാഥിന്റെ കിഴക്കേ മുറ്റത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്കൊപ്പം മുൻ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ ഉണ്ട്. അപ്പോൾ നമുക്കൊരു പാട്ട് പാടിയാലോ? വടക്കുന്നാഥന്റെ നടയിൽ വെച്ച് പാട്ട് പാടാൻ നല്ല കുട്ടി ഇവിടെ മോള് പാടാം. എല്ലാരും കൂടി ചേർന്ന് നമുക്ക് ഒരുമിച്ചാ പാടുന്നത് അല്ലേ? പാടൂലേ? അല്ല നമുക്ക് ഈ തൂവാനത്തുമ്പികളുടെ പാട്ട് പാടാം, അതാണ് കുറച്ചുകൂടി നന്നാവുക. കുട്ടി പാടും വടക്കുന്നാഥിന് തൂവാനത്തുമ്പികളുടെ പാട്ട് അറിയില്ലേ? ഒന്നാം രാഗം പാടി തേടി ഒന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുൻപിൽ പാടുവതും രാഗം തേടുവതും രാഗം ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതും രാഗമായി തേടുവതും രാഗമായി ദേവനും അനുരാഗിരാമമ്പലപ്രാവേ. സുനിച്ചേട്ടൻ തൂവാനത്തുമ്പികൾ എത്ര തവണ? ഞാൻ തൂവാനത്തുമ്പികള് ഏറ്റവും അധികം ഞങ്ങളുടെ കോളേജ് കേരള കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിൽ ഞാൻ പഠിക്കുന്ന എനിക്കിവിടെ 85-ലാണ് 86-ലോ അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ കേരള കോളേജാണ്. അതില് മോഹൻലാൽ വരുന്നതും പാർവതി പിന്നെ രംഗങ്ങളുണ്ട്. അപ്പൊ അതില് ആ കൂടെ ഓടിക്കുന്നവരൊക്കെ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്. അന്ന് നിർഭാഗ്യവശാല് ആ ദിവസം മാത്രമേ ഞാൻ കോളേജിൽ വന്നില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും വരുന്നതായിരുന്നു. അന്ന് ഇയാള് വന്ന അവിടെ അഭിനയിക്കുന്ന ഒരു അറിഞ്ഞില്ല. അത് കാരണം ഞാൻ ആ ഫ്രെയിമിൽ പെട്ടില്ല. ആ ഫ്രെയിം കാണുമ്പോൾ ഭയങ്കര നിരാശയില്ല. എനിക്ക് പഴയ സുഹൃത്തുക്കൾ അതേപോലെ കാണുമ്പോഴേ നമ്മൾ പെട്ടെന്ന് കോളേജിന്റെ പഴയ എനിക്ക് രൂപത്തിൽ ഉള്ളിലേക്ക് പോയ പോലെ തോന്നും. മോഹൻലാലിന് തോളോട് തോൾ ചേർന്ന് നിൽക്കേണ്ട ആളായിരുന്നു. ഈ തൂവാനത്തുമ്പികൾ സിനിമ തൃശ്ശൂരിന്റെ ഒരു ഐക്കൺ എന്ന് പറയാം. മാത്രമല്ല അത് ഈ പഴകും തോറും ആ വീഞ്ഞനും മാധുര്യം കൂടുന്ന പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇന്നിരുന്നത് കണ്ടാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അത്. ആ തൃശ്ശൂരിൽ ജനിച്ചു വളർന്നവർക്ക് അതിലായി അത് നടന്നു പോകണം. ആ റൗണ്ടിലെ പണ്ടത്തെ രാത്രി നടന്നു പോകുന്ന രംഗങ്ങളും പിന്നെ ഇവിടുത്തെ ഓരോ ഷോപ്പുകളും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോഴേ അത് ഗംഭീര സംഭവം. നേരത്തെ പറഞ്ഞ ആ പാട്ട് കൂടി ഏതായിരുന്നു പാട്ട് പറഞ്ഞേ? ആ തുമ്പിവാ കൂടി പാടിയിട്ട് പോവാ. അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മിനിറ്റ്. സുനിച്ചേട്ടന് ക്ലാരാനാണ് ഇഷ്ടം. അല്ല, ക്ലാരമാരെന്ന് പറഞ്ഞാൽ അത് പ്രണയത്തിന്റെ ഒരു വലിയൊരു തലാണ്. അത് നമുക്ക് ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ചന്ദ്രനിൽ പോയിട്ടല്ലോ നമ്മൾ ചന്ദ്രനെ പറ്റി പഠിക്കുന്നത്. ഒരു പാട്ട് കൂടി തുമ്പിവാ തുമ്പക്കൂട്, ആ പാട്ട് പാടാലോ അല്ലേ? ൂഞ്ഞാലിടം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. ഓക്കെ, അടിപൊളി. അപ്പോൾ താങ്ക് യു. എങ്ങനെയുണ്ട് കലോത്സവം? ഗംഭീര കലോത്സവം. ഇന്ന് നല്ല പരിപാടി. ഇന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് സാധാരണ കാണാൻ പറ്റാത്ത ഒരുപാട് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. ഈ ഗോത്രകലകൾ, അതുപോലെ എന്താണ് പറയുക, ചവിട്ട് നാടകം, ഇങ്ങനെയുള്ള അങ്ങനത്തെ പെർഫോമൻസാണ് നമ്മൾ കാണേണ്ടത്. മറ്റൊക്കെ സ്ഥിരം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പിന്നെ മോണാക്ട് എന്തായാലും കാണണം. അപ്പോൾ ഓക്കെ, അടിപൊളി. ഇതാണ് കലോത്സവത്തിൻ്റെ വൈബ് എന്ന് പറയുന്നത്. അത് കാണാൻ തൃശ്ശൂരിലേക്ക് എല്ലാവരും കൂടി വരിക എന്ന് മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു.